വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യേ. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യരല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യരല്ലോ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു മാറുമോ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആദരണീയനായ ദൈവദാസൻ, കുടുംബം, മറ്റെല്ലാ ദൈവവിശ്വാസികളും വിവിധമായ മാധ്യമങ്ങളിലൂടെ, സൂമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നാം ഇത്രത്തോളം നാം അനുഭവിക്കുവാനിടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രാരംഭമായി ഒരു ചെറിയൊരു സ്റ്റോറി, കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ സ്റ്റോറി, ഇഷ്ടമാണോ കുഞ്ഞുങ്ങൾക്ക്? ചെറിയൊരു സ്റ്റോറി പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതായ ഒരു വലിയൊരു ഒരു സ്തോത്രം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണല്ലോ പ്രത്യാശയെപ്പറ്റി. അതിനെപ്പറ്റി ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ദൈവത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് ആ ദേശത്ത് മുഴുവൻ ക്ഷാമമായിരുന്നു. മഴ പെയ്യുന്നില്ല, അതുപോലെ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. വളരെ ചുരുക്കം ഭക്ഷണം മാത്രമേ ദേശത്ത് കിട്ടുന്നുള്ളൂ. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവർക്ക് ദൈവമായി വിളിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ മന്ത്രവാദികളും മറ്റു എല്ലാ പേരും അവർ പറഞ്ഞു എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് രാജാവ് അവരോട് ചോദിക്കുവാനിടയായിരുന്നു. അപ്പോൾ അവിടെയുള്ള പ്രാർത്ഥിക്കുന്ന മന്ത്രവാദികളും മറ്റു പല ശകുനവാദികളും പലതും ഇങ്ങനെ അവർ ഗണിച്ച് അവസാനം അവരൊരു കാര്യം പറഞ്ഞു. ഈ ഹല്ലേലൂയ ആരാണോ ആ ദേശത്തിൽ വാഴുന്ന രാജാവ്, ആ രാജാവ് ഒരു വർഷം വരെ നന്നായി ഈ ദേശത്തെ ഭരിക്കാം. പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞാൽ അവരുടെ ദേവിക്ക് പ്രസാദമാകണമെങ്കിൽ രക്തസാക്ഷിയാകണം എന്ന് പറഞ്ഞാൽ സ്വയമായി മരിക്കുന്ന അനുഭവം രാജാവിന് ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ദേശത്ത് മഴ പെയ്യും, സമൃദ്ധിയായി ആഹാരമുണ്ടാകുമെന്ന് അവർ പറയുവാനിടയുന്നു. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വളരെ പ്രതീക്ഷയോടെ അങ്ങനെയായിരുന്നപ്പോൾ രാജാവിന് വളരെ സങ്കടം തോന്നി. കാരണം ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ മരിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ രാജാവ് നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞു, ഞാൻ
അത് ഞാൻ സമൃദ്ധിയെ ഞാൻ തന്നെ അത് എന്ത് ചെയ്യാം, ഞാനത് ഏറ്റെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രാജ്യത്തിൻ്റെ അതിർത്തി ഉണ്ടായിരുന്നു. ആ അതിർത്തിക്കോടടുത്ത് ഒരു വലിയൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിലേക്ക് ഈ രാജ്യത്തുനിന്ന് ഒരു വലിയൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഈ കാട്ടിനകത്ത് ഒത്തിരി ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ സിംഹവും അതുപോലെ കരടിയും അതുപോലെ പല മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു അതിനകത്തുണ്ടായിരുന്നു. ഉപദ്രവിക്കുന്നവർ ഒത്തിരി പേര് അതിനകത്തുണ്ട്. അതുമാത്രമല്ല, ദേശത്തിൽ ചില മോഷ്ടാക്കൾ, അതായത് ക്രിമിനൽസായ ആൾക്കാരും പലരും ഒതുങ്ങി പാത്തു നിന്നത് ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ മരണം സുനിശ്ചിതമായിട്ടുള്ള ഈ കാട്ടിലേക്ക് ഈ നദിയിൽ കടത്തി ഒരു തോണിയിൽ കയറ്റി വിടണം എന്നുള്ളതായിരുന്നു. ഒരു വർഷം വരെ എന്ത് ചെയ്യാം, ഭരിക്കാം. ഒരു വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം, അങ്ങനെ കയറ്റി വിടണമെന്ന് പറയാനായിട്ട്. അങ്ങനെ ഈ രാജാവ് ഒരു വർഷം വരെ ഭരിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാവരും ചേർന്ന് വളരെ നിരാശയോടെ കണ്ണുനീരോടുകൂടെ കരഞ്ഞ്, ഈ രാജാവിനും കരച്ചിലുണ്ട്, കാരണം താൻ മരിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ആ രാജാവ് സ്വയമായി രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ആ ഒരു അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ട ഒരു തോണിയിൽ ആ രാജാവ് കയറി ആ നദിയിൽ കൂടെ കാട്ടിലേക്ക് പോകുവാനിടയായി തീർന്നു. കാട്ടിലേക്ക് പോയ സമയം തന്നെ അവിടെയുള്ള ഉപദ്രവിക്കുന്ന സിംഹവും മറ്റു അല്ലെങ്കിൽ പല മൃഗങ്ങളും ചേർന്ന് ആ രാജാവിനെ കൊല്ലുവാനിടയായി തീർന്നു. അങ്ങനെ പിറ്റേന്ന് അടുത്ത രാജാവ് ഭരിക്കും. ആ സമയങ്ങളിൽ മഴയും പെയ്തു, അവർക്ക് വലിയ സന്തോഷമായി. അടുത്തൊരു രാജാവിടെ വരണം. പക്ഷേ ആർക്കും മനസ്സില്ല. കാരണം എന്താണെന്നറിയാമോ? എന്താ കാര്യം? ഒരു വർഷം സുഖമായിട്ട് എന്ത് ചെയ്യാം, ആ രാജ്യത്ത് ജീവിക്കാം. പക്ഷേ ഒരു വർഷം കഴിഞ്ഞാൽ മരണമാണ്, സുനിശ്ചിതമാണ് മരണം. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ ഒരു വർഷത്തെ നല്ല സുഖ സൗകര്യത്തോടുകൂടെയുള്ള ജീവിതം, പക്ഷേ അത് കഴിഞ്ഞാൽ മരണം. അങ്ങനെ ചില ആൾക്കാർ കടന്നു വന്നു. അങ്ങനെ ഒരു രാജാവ് കടന്നു വന്നു. ഒരു വർഷം കഴിഞ്ഞു പിന്നെയും അങ്ങനെ 2-3 രാജാക്കന്മാർ 2-3 വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 3 രാജാക്കന്മാരും ആ കാട്ടിലേക്ക് പോയി സമൃദ്ധിയായി ഒരു വർഷം വരെ ജീവിച്ചു. ആഡംബരപൂർണമായ ജീവിതം. ഒരു വർഷം കഴിഞ്ഞാൽ കരഞ്ഞു നിലവിളിച്ചു പോകുന്ന രാജാവിനെ കാണുന്ന ജനങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ഭാര്യ, മക്കൾ, സുഖകരമായി ജീവിക്കുന്ന സകലത്തെ വിട്ട് താൻ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ 3ാമത്തെ രാജാവ് കഴിഞ്ഞ് അടുത്ത രാജ്യത്തിലെ രാജാവ് സെലക്ട് ചെയ്യുന്നൊരു സമയമെത്തി. സ്വയമായിട്ട് വരാം. പലരും സമർത്ഥമായി ചിന്തിക്കും, കാരണം രാജാവായി ജീവിക്കാം. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഇതുപോലെ മരണപ്പെടും. ഒരു സാഹചര്യവുമില്ല, രക്ഷപ്പെടാനൊരു സാഹചര്യമില്ല. അങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ താൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് രാജാവാകാം. താൻ എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാ രാജാക്കന്മാരും തനിക്ക് കിട്ടിയ ഒരു വർഷം സുഖമായി എന്ത് ചെയ്തു? നന്നായി ജീവിച്ചു, സുഖമായി ജീവിച്ചു. ഒന്നും ചിന്തിക്കാതെ സുഖകരമായി. അറിയാലോ, രാജാവിൻ്റെ പവർ അറിയാമല്ലോ. ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതനാണ്, ദ കിങ്. മനസ്സിലായോ? അപ്പോൾ സുഖകരമായി ജീവിച്ചിരിക്കുന്ന എല്ലാതും കണ്ട ശേഷം ഈ പുള്ളിക്കാരനും രാജാവായി ഏറ്റെടുത്തു. തൻ്റെ മുമ്പിൽ ഒരു വർഷം മാത്രമേ ഉള്ളൂ. താൻ ഈ രാജ്യസ്ഥാനം ഏറ്റെടുത്ത് ആ സമയത്ത് തന്നെ ആ വ്യക്തി വിചാരിച്ചു, എനിക്കും ഒരു വർഷം കഴിഞ്ഞാൽ ഈ സകല ആഡംബരം വിട്ട് മരണത്തിലേക്ക്, ഈ കാട്ടിലേക്ക് പോകേണ്ടവരാണ് ഞാൻ. അതുകൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടുപിടിക്കണം. താൻ ഒരു നിമിഷം പോലും വെറുതെ കളയുവാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് താൻ രാവിലെ കയറിയ 10 മണിക്ക് ആ കയറിയ സമയത്ത് തന്നെ ആ ദേശത്തിലുള്ള ചില വില്ലന്മാരായിട്ടുള്ള ആളുകളെ, യോദ്ധാക്കളായ ആൾക്കാരെ താൻ സെലക്ട് ചെയ്തു. എന്നിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നല്ല വേട്ടയാടുന്ന, അതായത് കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്ന സമർത്ഥരായ ആളുകളെയും രാജ്യത്ത് നിന്ന് എടുത്ത്, എന്നിട്ട് ഈ കാട്ടിലേക്ക് പോയി സകല മൃഗങ്ങളെ കൊല്ലുവാൻ ഈ രാജാവ് ഓർഡർ ഇടുവാനിടയായി. താൻ രാജാവാണല്ലോ, എന്തു പറഞ്ഞാലും കേൾക്കണം. അങ്ങനെ ഈ കാട്ടിലേക്ക് പോയി ഈ 1ാമത്തെ ദിവസം തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം കടന്നുപോയി അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുവാൻ ആരംഭിച്ചു. ഒരു 10-15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ
ഹല്ലേലൂയ. ഒത്തിരി ആൾക്കാർ, 200-ഓളം ആൾക്കാർ, യോദ്ധാക്കളും വേട്ടയാടുന്ന ആൾക്കാർ, സമർത്ഥരായ ആൾക്കാരാണ് കടന്നുപോയത്. 2-3 ആൾക്കാർ മാത്രം തിരിച്ചു വന്നു. ബാക്കി എല്ലാവരും മരണപ്പെടുവാനിടയായി തീർന്നു. തിരിച്ചു വന്നു. 15 ദിവസം കഴിഞ്ഞു. ഇനി ഒരു വർഷത്തിൽ എത്രയുണ്ട്? 365 ദിവസത്തിൽ ഇനി 350 ദിവസമേ ഉള്ളൂ. തനിക്ക് മനസ്സിന് സമയം കളയാനില്ല. താൻ അടുത്ത് കുറച്ചുകൂടെ സമർത്ഥരായ ആൾക്കാരെ താൻ സെലക്ട് ചെയ്തു. അവിടെ ഒരു ചോദിച്ചു, നേരത്തെ വന്ന ആൾക്കാർ ചോദിച്ചു, ഇനി ഏതെങ്കിലും കാട്ടിൽ മൃഗങ്ങളുണ്ടോ? അവർ പറഞ്ഞു, എല്ലാ മൃഗങ്ങളെയും കൊന്നു, ഞങ്ങൾ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ സമർത്ഥരായ ആൾക്കാരെ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ നദി എന്ന് അവസാനിക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഭയങ്കര കുറ്റാക്കുരുട്ടാണല്ലോ. കാരണം വലിയൊരു കാടാണ്, വനമാണ്, ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടാൻ വേണ്ടി ഓർഡർ ഇടുവാനിടയെത്തു. രാജാവാണല്ലോ, പറഞ്ഞാൽ കേൾക്കണമല്ലോ. അങ്ങനെ സമർത്ഥരായി ഇതുപോലൊരു 250 ആൾക്കാർ പോയി, ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആൾക്കാർ എങ്ങോട്ട് പോയി? ആ കാട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി പോയി. എല്ലാം അവിടെയുള്ള വലിയ, അതായത് ഈ നദി ചെന്ന് അവസാനിക്കുന്നത്, അതായത് താൻ ഒരു വർഷം കഴിഞ്ഞ് താൻ പോകുന്ന ഇത് അവസാനിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ചെന്ന് അവസാനിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലത്ത് ചേർന്നിരുന്ന ഒരു വലിയൊരു ഒത്തിരി പ്രദേശം, അങ്ങനെ കാടുകൾ, അത് സാധാരണ നിലം പോലെ ആക്കുവാൻ രാജാവ് ഓർഡർ ഇടുവാനിടയായി തീർന്നു. അങ്ങനെ പോയി 250 ആൾക്കാർ ചേർന്ന് പോയി സമർത്ഥമായി എന്ത് ചെയ്തു? എല്ലാം മൈതാനം പോലെ, ഗ്രൗണ്ട് പോലെ ആക്കി അവിടെ മുഴുവൻ ആ അന്ധകാരത്തിലിരുന്ന ആ സ്ഥലത്തെ മുഴുവൻ പ്രകാശപൂർണമാക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് 10, 25, 30 ദിവസം കഴിഞ്ഞോ പിന്നെയും അതിൽ സ്തോത്രം എല്ലാ ആൾക്കാരും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ രാജാവിനോട് ചോദിച്ചു, ഇനി എന്താ ഞങ്ങൾ ചെയ്യണം? ആ വ്യക്തികളെ തന്നെ കൊണ്ട് ആ ദേശത്ത് നല്ല കൽപ്പണി അറിയാവുന്ന ചില ആൾക്കാരെ, ഒത്തിരി ആൾക്കാരെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല ബിൽഡിങ്ങുകൾ ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ആൾക്കാരെ ആ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എനിക്കവിടെ പാർക്കുവാൻ പറ്റിയൊരു കൊട്ടാരം എനിക്ക് പണിയണം. ഈ താന് പണിഞ്ഞൊരു കൊട്ടാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന കൊട്ടാരത്തിന്റെ 10 മടങ്ങ് ശ്രേഷ്ഠമായ ഒരു കൊട്ടാരം പണിയണം. താൻ അങ്ങനെ രാജാവല്ലേ, പറഞ്ഞാൽ കേട്ടല്ലേ പറ്റത്തുള്ളൂ. അവിടെ പോയി ഇവിടെ നിന്നും രാജ്യത്തു നിന്നും, കാരണം ഒരു വർഷത്തു വരെ സമൃദ്ധിയായി ജീവിക്കണമെങ്കിൽ രാജാവ് വിചാരിക്കണം, രാജ്യനിയമം രാജാവ് എന്തു പറഞ്ഞാലും കേൾക്കണമെന്നാണ്. അങ്ങനെ ഈ മനോഹരമായ കൊട്ടാരത്തിൻ്റെ 10 ഇരട്ടി ശ്രേഷ്ഠമായ വലിയ കൊട്ടാരം അവിടെ എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പോൾ തന്നെ 100 ദിവസങ്ങൾ മാത്രമേ, 100-150 ദിവസം മാത്രമേ ആയുള്ളൂ. ഇനിയുണ്ട് സമയമെന്ന് പറയുന്നത്. താന് അത് കഴിഞ്ഞിട്ട് താൻ ഈ പോകുന്ന, ഒഴുകി പോകാൻ സാധ്യതയുള്ള ആ സ്ഥലം മുഴുവൻ ചുറ്റുവട്ട 2 സൈഡ് മനോഹരമായ വീഥികൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. മനോഹരമായ ഒരു കെട്ടിടങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ രാജ്യത്തിലുള്ള ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരെയും, ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയും, നല്ല ബുദ്ധിമാന്മാരെയും ഈ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഈ രാജ്യത്തിലുള്ള സമ്പത്തുകളും നന്മകളും ഒരു പരിധിവരെ അതിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തി നല്ലൊരു മനോഹരമായ കെട്ടിടം പണിഞ്ഞ് 100-300 ദിവസമായപ്പോൾ മനോഹരമായൊരു സ്ഥലമായി തീരുവാനിടയായി തീർന്നു. ഇനിയുമുണ്ട്. പക്ഷേ ഓർക്കണം, ഇനി രാജാവിൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാം, എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. നേരത്തെ 3-4 രാജാക്കന്മാർ, ഓർക്കണം, അവസാന സമയമാകുമ്പോൾ വേദനയോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ നിലവിളിച്ചു പോകുമ്പോൾ, ആ സമയം എത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത് ഈ രാജാവിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ആ നാളെന്നും എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുന്ന രാജാവ്. അവസാനം ആ സമയമെത്തി. എല്ലാ രാജാക്കന്മാരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും നിരാശയോടെ, കണ്ണുനീരോടെ രാജാവിനെ മരണത്തിലേക്ക് തള്ളിയിടുമ്പോൾ ഈ രാജാവിൻ്റെ സമയമെത്തി. എല്ലാ പേരും ഉത്സാഹികളായി വന്ന് നിരാശയ്ക്ക് പകരം സന്തോഷത്തിന് ആരവങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജാവിൻ്റെ പടയോട്ടം അവിടെ ആരംഭിച്ചു.
തൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വലിയൊരു കൊട്ടാരത്തിൻ്റെ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന രാജാവ് സന്തോഷത്തോടെ ആ രാജ്യത്തുനിന്നും പോയി മറുകരയ്ക്ക് പോയി നദി പാസ് ചെയ്ത് ആ രാജ്യത്തിലെത്തി തൻ്റെ ജീവിതം ആരംഭിച്ചു എന്നുള്ള ചരിത്രം ഞാനൊരു കഥ വായിച്ചപ്പോൾ ഈ കഥയിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്നറിയാമോ? ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മരണമെന്ന തോണിയിലൂടെ നാം എല്ലാ പേരും ഒരു നാൾ നമ്മൾ ഈ തോണിയിലൂടെ പോയേ പറ്റൂ. വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ മരണമെന്ന തോണി നമ്മുടെ മുൻപിൽ വരുന്നതിന് മുൻപേ ഒരുപാട് നിരാശയോടെ, കണ്ണുനീരോടുകൂടെ, വിലാപത്തോടുകൂടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി വേണമെങ്കിൽ ആ മരണം നമുക്ക് കൈവരിക്കാം. ആ ദിവസം വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണമെങ്കിൽ നാളുകൾ പോകാം. പക്ഷേ മറുകരയിൽ ഒരു കൊട്ടാരം പണിഞ്ഞ് ഇതിനേക്കാളും വലിയ കൊട്ടാരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാജാവിൻ്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഈ രാജ്യത്തിൽ അനുഭവിക്കുന്ന നന്മയുടെ 10 ഇരട്ടി നന്മ ഞാൻ അനുഭവിക്കാനാണ് പോകുന്നത്. ഞാൻ ഈ കഥയിലൂടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റെപ്പിൽ നിന്ന് വേണമെങ്കിലും ഈ ലോകം വിട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. നമ്മുടെ സഭയും കണ്ണുനീരോടെ അരിക്കുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് ലോകത്തിൽ മരണമെന്ന് പറയുന്ന ഏതു നിമിഷം വേണോ സംഭവിക്കാം. മരണം, അപകടങ്ങൾ സംഭവിക്കാം. ദേശത്തിൽ സുനാമി പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ വലിയൊരു ചുഴൽക്കാറ്റ് പോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവാം, യുദ്ധമുണ്ടാകാം, വിവിധമായ രോഗങ്ങൾ ഉണ്ടാകാം, മാരകമായ അസുഖങ്ങൾ പിടിപ്പെടാം. പക്ഷേ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മരണമെന്ന തോണിയിലൂടെ മറുകരയിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനമാണോ നാം ഓരോരുത്തരുമെങ്കിൽ നാം എല്ലാവരും കടന്നുപോയാലും നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഈ മരണമെന്ന തോണിയിലേക്ക് കടന്നുപോയാലും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നന്മയുടെ 10,000 ഇരട്ടി നന്മ അനുഭവിക്കുവാനും എൻ്റെ ആത്മമണവളനെ കർത്താവിനെ പൊന്മുഖമൊന്ന് കാണുവാൻ അല്ലെങ്കിൽ ആ സുദിനമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ദൈവഭക്തരെ സംബന്ധിച്ച് ഈ ഒരു തോണി അവർക്ക് ദുഃഖമല്ല, നിരാശയല്ല, അത് പ്രതീക്ഷയുടെ നദിയാണ്. എല്ലാ രാജാക്കന്മാരും നിരാശയോടെ ആ തോണിയുടെ ആ മുഖം കാണുമ്പോൾ, ആ തോണിക്കകത്ത് കയറുമ്പം തന്നെ ഇരുട്ട് കൊണ്ട് മൂടുമ്പോൾ, മരണമെന്ന ഇരുട്ടിന്റെ അതേ വാതിലൂടെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ബുദ്ധിമാനായ രാജാവ് ആ തോണിയിൽ പ്രവേശിപ്പിച്ച തന്നെ ഇരുട്ടേറിയ കാട്ടിനകത്തേക്ക് പോകേണ്ട ഒരു അനുഭവമല്ല. താൻ ഈ സ്ഥലത്തായിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് അവന് വേണ്ടുന്നുള്ള പ്രതീക്ഷകൾ പ്രാപിച്ചെടുത്തതുപോലെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു കാലഘട്ടമാകയാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ആത്മമണവാളനോട് ചേർന്നുള്ള ജീവിതം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും, ഈ മരണമെന്ന് പറയുന്ന തോണി അതെന്റെ അവസാനത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് സാരമില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ കണ്ണുനീരുകൾക്ക് എല്ലാം മറതി വരുന്ന ഒരു വാഗ്ദത്ത ഒരു നാട്ടിലേക്കാണ് നാം പോകുമെന്നുള്ള പ്രതീക്ഷയാണ്. എത്ര പേർക്ക് ഈ ഒരു കഥ മനസ്സിലായി? ഇന്ന് പകൽക്കാലം നാം ഓർക്കണം, നമ്മൾ ബുദ്ധിയുള്ള രാജാവിനെ പോലെ ഈ ലോക ജീവിതം വളരെ സുരക്ഷിതമായി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ വരും കാലത്തെ പറ്റിയുള്ള അറിവും ബോധ്യവും മനസ്സിലാക്കി ഒരു നിമിഷം പോലും സമയം കളയുവാനില്ല. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഓരോ സെക്കൻഡും കർത്താവിൻ്റെ നാൾ അമിതമില്ല എന്നുള്ള ചിന്തയോടുകൂടെ ജീവിച്ച് കർത്താവിൻ്റെ നാട്ടിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പനേരം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹഗ്ഗായി പ്രവചനം നമുക്കെല്ലാവർക്കും എടുക്കാം. ഹഗ്ഗായിയുടെ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നമുക്കത് വരാം. 2-ാമത്തെ അധ്യായത്തിൽ കടന്നു വരാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങൾ ഇന്ന് തന്നെ മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവേൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവേൻ.
വിത്ത് ഇനിയും കളപ്പരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മൾ ഈ വചന ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവദാസൻ പറഞ്ഞത് അവസാനമായി വായിച്ച വേദഭാഗത്തിൽ ഒന്നുകൂടെ നമുക്കത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-20 വേദഭാഗങ്ങൾ വായിക്കാം. ദൈവദാസൻ വായിച്ച് ആ മെസ്സേജ് നിർത്തിയതായ ഭാഗം എബ്രായ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ദൈവദാസൻ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടുന്നുള്ള ആലോചന നൽകിയത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും ചില പ്രത്യാശ, ദൈവത്തിൽ നിന്നും ചില വാഗ്ദത്തം നാം പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ കർത്താവ് ഒരിക്കലും ആ വാഗ്ദത്തം ചെയ്യാതിരിക്കുന്ന ദൈവമല്ല. ദൈവത്തിൽ നിന്നും ഒരാണ പോലെയുള്ള, ദൈവത്തിൽ നിന്നും അടി ഉറപ്പിച്ചു പറഞ്ഞ ചില വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച വ്യക്തികളാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയെ പറ്റി മനോഹരമായി പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ഇന്ന് പകൽക്കാലം അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനെടുത്ത വേദഭാഗവും അങ്ങനെയുള്ള ഒരു വേദഭാഗം തന്നെയാണ്. നമ്മൾ ദൈവദാസൻ പറഞ്ഞൊരു ഭാഗം, നമ്മളെന്താണ് പ്രത്യാശ, നമ്മൾ എന്ത് കൈവിടാൻ വേണ്ടി പാടില്ല. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലെ ഒരു പ്രത്യാശയല്ല, കർത്താവായ ദൈവം തമ്പുരാൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സകലത്തെയും ചമച്ചവനായ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ, വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊണ്ട് ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഏത് വ്യക്തിയെയും ദൈവം എന്ത് ചെയ്യത്തില്ല? അനാഥരായി വിടുകയില്ല. നമ്മുടെ മുഖത്തെ നിരാശയിലേക്ക് വിടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ഭാഗമാണ്. ഞാൻ ഈ ഒരു ഭാഗം എടുത്തപ്പോൾ ഒരുപാട് വിഷയവുമായി വളരെ ഭാരത്തോടെ ഞാൻ ചില കാര്യങ്ങളിലായിരുന്നു. ഞാൻ പല ദൈവത്തിൻ്റെ വചനങ്ങൾ എടുത്തു, പക്ഷേ എനിക്കൊന്നും അതിനകത്ത് കയറാൻ വേണ്ടി പറ്റുന്നില്ല, പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഞാനിതിൽ അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ എഴുതപ്പെട്ട ചില വാക്യങ്ങളുണ്ട്, പല പേജുകൾ ഞാൻ മറിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എഴുതൊരു മെസ്സേജ് എഴുതും, പിന്നെയും മാറും, അടുത്തൊരു പേജിൽ വേറൊരു മെസ്സേജ് എഴുതും, പിന്നെ ഇങ്ങനെ വളരെ നിരാശയോടെ ഞാൻ രാവിലെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ വളരെ വളരെ നിരാശയോടെ, വളരെ പ്രതീക്ഷയില്ലാത്തൊരു അനുഭവത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവേ എനിക്കൊരു മെസ്സേജ് തന്നേ പറ്റത്തുള്ളൂ, കർത്താവേ ദൈവസഭയോട് എന്താണ് പറയേണ്ടത്, കർത്താവേ എൻ്റെ അവസ്ഥയ്ക്കും ദൈവം ഒരു മാറ്റം തരണം. അങ്ങനെ ഞാൻ ദൈവത്തോട് മനസ്സറിഞ്ഞ് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം ദൈവാത്മാവ് നൽകിയ ഒരു ആലോചനയാണ്, ഒരു അല്പനേരം എന്നെ ശക്തിപ്പെടുത്തിയ, എന്നെ ആത്മാവിൽ നിലനിർത്തിയ ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 19 വാക്യത്തിൽ ഇങ്ങനെയാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവീൻ. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. ശ്രദ്ധയോടെ കേൾക്കണം. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. BC 520 പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് തിരിഞ്ഞ് കടന്നു വന്ന് സ്വന്തം രാജ്യത്തിലേക്ക് കടന്നു വന്ന യഹൂദാജനം, ആ യഹൂദാജനത്തെ വാഴ്ന്നിരുന്ന രാജാവായിരുന്നു ആരാണ്? ജെറുസലേമിലെ, അല്ലെങ്കിൽ സ്തോത്രം, ആ രാജ്യത്തിലെ ആ കാലഘട്ടത്തിലെ രാജാവ് എന്ന് യഹൂദ ദേശാധിപതിയായിരുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു സെരുബാബേൽ. ആ സെരുബാബേലിനോടും യോശുവയോടെന്ന് പറഞ്ഞാൽ പുരോഹിതൻ്റെ മകനായ യോശുവയോടും പറയുന്ന അരുളപ്പാടെന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവാസകാലം കഴിഞ്ഞു തിരിഞ്ഞു വന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപേ യെരുശലേം ദേവാലയം നഷ്ടപ്പെട്ടു, തകർക്കപ്പെട്ടു. അങ്ങനെ പതനത്തിലായിരുന്ന യെരുശലേം ദേവാലയം പിന്നെയും പണിയണമെന്നവർക്ക് ആഗ്രഹമുണ്ട്, കാരണം അവർ പിന്നെയും രാജ്യത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അവർക്കതിന് കഴിയാത്ത സാഹചര്യം, കാരണം അവർക്കൊരു ബലമില്ല, ശക്തിയില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വളരെ നിരാശയോടെ ആയിരുന്നപ്പോൾ ഈ സെരുബാബേലിനോടും പുരോഹിതന്റെ മകനായ യോശുവയോടും ദൈവത്തിൻ്റെ ആത്മാവിൽ ഹഗ്ഗായി പ്രവാചകൻ പറയുന്ന ഒരു ഭാഗമാണ്
ഈ ഹഗ്ഗായിയുടെ 1, 2 അധ്യായം, ഈ ഹഗ്ഗായി പ്രവചനം എന്ന് പറയുന്നത്. ഈ യെരൂശലേമിൻ്റെ ആലയത്തിലുണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന കാലഘട്ടത്തിൻ്റെ അനുഭവം എന്തൊക്കെയെന്നറിയാം. 1, അല്ലെങ്കിൽ ആ സ്തോത്രം, തങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രവാസ കാലഘട്ടം തങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തങ്ങൾക്ക് എന്താണ്, ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെയും അവരുടെ മനസ്സിൽ ഒരാലയം ദൈവത്തിനു വേണ്ടി പണിയണമെന്നുള്ള ആഗ്രഹമുള്ളൊരു കാലഘട്ടം. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ വളരെ നിരാശയോടെ മക്കളോട് ദൈവം സംസാരിക്കുവാൻ കഴിയാതെ നിരാശയോടെ ആയിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവം തൻ്റെ മക്കളോട് സംസാരിക്കുവാൻ, ആ ദേശത്തിലെ അധിപനോട് സംസാരിക്കുവാൻ, ഒരു പ്രതീക്ഷ നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ, ഒരു വാഗ്ദത്തം നൽകി ഉറപ്പിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ് ഹഗ്ഗായി പ്രവാചകൻ എന്ന് പറയുന്നത്. തൻ്റെ ദൗത്യം മനസ്സിലാക്കിയപ്പോൾ തനിക്കറിയാം താൻ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നിരാശയുടെ കാലഘട്ടമാണ്, ഒരു പ്രതീക്ഷയില്ലാത്തൊരു കാലഘട്ടമാണ്. ജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട്, ദൈവവുമായുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട്, തങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ആലയത്തിൻ്റെ ഒരു പണി കഴിയുവാൻ കഴിയാതെ നിരാശയിലിരിക്കുമ്പോൾ ഹഗ്ഗായി പ്രവാചകൻ അത്രയും സുഖകരമായൊരു ലൈഫല്ല. ഇങ്ങനൊരു ദൂത് പറയാൻ പറ്റിയൊരു കാലഘട്ടവുമല്ല. ഈ ഹഗ്ഗായി പ്രവാചകൻ വളരെ നിരാശയോടെ ഇരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ അത്രയും അധികം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഹഗ്ഗായി പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ ആരംഭിച്ചു. ശ്രദ്ധയോടെ കേൾക്കണം, ഒരു കാര്യം ഓർക്കണം. ദൈവം താങ്കളെ ഏതെങ്കിലും ഒരു സമയത്ത്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി താങ്കളുടെ ഹൃദയത്തിനകത്ത് ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ഏതു നിരാശയുടെ തട്ടിൽ നിന്നെന്ന് പറഞ്ഞാലും, പ്രതീക്ഷിക്കുവാൻ ഒരു വകയില്ലെന്ന് പറഞ്ഞാലും, സാഹചര്യമെല്ലാം എതിരായി നിന്നാലും, ഞാൻ പറയുന്നു, ദൈവമാണ് താങ്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ചില വ്യക്തികളുമായി ഉള്ള സംസാരം ആരംഭിക്കും. ദൈവം ചില വ്യക്തികളെ നിനക്ക് വേണ്ടി ദൈവം ഉയർപ്പിക്കും. ഇന്ന് ദൈവദാസൻ പറഞ്ഞ ഒരു വചനവും വാക്യവും അങ്ങനെയാണല്ലോ. ഹാമാൻ യഹൂദ ജനത്തെ മുഴുവനായി തകർക്കണമെന്ന് പദ്ധതി ഇടുന്നതിന് മുൻപേ തന്നെ, അവന്റെ മനസ്സിൽ തോന്നുന്നതിന് മുൻപേ തന്നെ, അവിടെ രക്ഷയ്ക്കു വേണ്ടി ഒരു വ്യക്തിയെ കൊട്ടാരത്തിനകത്തു ദൈവം ആക്കി വെച്ച ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം അതിൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇവിടെയും അങ്ങനെ പ്രതീക്ഷകൾ അസ്തമിച്ചു നിൽക്കുന്ന യഹൂദ ജനത്തോട്, സ്വന്തം ജനമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തോട്, ഒന്നുകൂടെ പറഞ്ഞാൽ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, കാലാകാലങ്ങൾക്ക് മുമ്പേ തന്നെ അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ മക്കളെ ഞാൻ അനാഥരായി വിടുന്ന ദൈവമല്ല, ഞാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാമിനോട് ആണയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആ ദൈവത്തിന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഹഗ്ഗായി പ്രവാചകനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഇന്ന് പകൽക്കാൻ നാം വിശ്വസിക്കാൻ തയ്യാറാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ, ചില പ്രവചനങ്ങൾ, ചില ദൂതുകൾ, ചില അരുളപ്പാടുകൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മുഖാന്തരവും നിങ്ങൾ മുഖാന്തരമോ നിങ്ങളുടെ തലമുറ മുഖാന്തരമോ ആ കുടുംബത്തിനകത്തുള്ളോടത്തോളം കാലം, ഞാൻ പറയുന്നു, പരാജയത്തിൻ്റെ ഏതു വക്കിലായിരുന്നാലും എൻ്റെ ദൈവം തമ്പുരാൻ അതിൻ്റെ ഒരു ഉയർച്ചയ്ക്കു വേണ്ടി, ഒരു പ്രതീക്ഷയ്ക്കു വേണ്ടി എൻ്റെ ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുണ്ട കാലഘട്ടത്തിൽ ഹഗ്ഗായി പ്രവാചകനോട് ദൈവം സംസാരിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ഹഗ്ഗായി പ്രവചനത്തിൽ നാം വായിച്ചു കേൾക്കുവാനിടയായി തന്നത്. ആ കർത്താവായ ദൈവം തമ്പുരാൻ വളരെ ഭയത്തോടെ നിരാശയോടെ ആയിരുന്ന ഹഗ്ഗായി പ്രവാചകൻ സംസാരിച്ച രീതി വളരെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. 1-ാം അധ്യായം ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 1-ാം അധ്യായം 13-ാം വാക്യമാണ്. പ്രാരംഭമായി നിരാശയോടെ ആയിരിക്കുന്ന, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, സകലവും നഷ്ടപ്പെട്ടുന്ന ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട ഹഗ്ഗായി പ്രവാചകനോട് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ പറയുന്ന വാക്യം. 13-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയുടെ ദൂതായി ജനത്തോട് ആരാണ് പറഞ്ഞത്? യഹോവയ ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവാദം വാഗ്ദത്തം ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ ഓർക്കണം, ഈ ലോകത്തിലെ മനുഷ്യരെ കൊണ്ട് പണി നടക്കാൻ പറ്റത്തില്ല. അബ്രഹാമിന് ലഭിച്ചതായ വാഗ്ദത്തം ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ദൈവം തമ്പുരാൻ പ്രാരംഭമായി ഹല്ലേലൂയ ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവാത്മാവിൽ പറയുവാൻ ആരംഭിച്ചു. 1, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഈ വചനധ്യാനത്തിനിടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. ഈ ലോകത്തുള്ള സകലരും നിന്നെ വിട്ടു പോയെന്ന് പറഞ്ഞാലും, ഈ ലോകത്തുള്ള സകല വ്യക്തികളും നിന്നെ നിരാശപ്പെടുത്തിയാലും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവജനങ്ങളും ഈ സൂമിലൂടെയും വിവിധമായ മാധ്യമങ്ങൾ കേൾക്കും ദൈവത്തിൻ്റെതായ ഓരോ വ്യക്തികളും പരിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില പൂർവ്വ പിതാക്കന്മാരിലൂടെയും നിന്നിലൂടെയും ദൈവം നൽകിയ ചില അരുളപ്പാടുകൾ, ചില വിഷനുകൾ, ചില ദർശനങ്ങൾ, ചില സ്വപ്നങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന അനുഭവമായിരിക്കാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ട ജനം തന്നെ നിനക്കെതിരായി നിന്നേക്കാം. ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ടവർ തന്നെ അസമാധാനം കുടുംബത്തിനകത്ത് പ്രവേശിക്കപ്പെടാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് പകൽക്ക് ദൈവദാസൻ പറഞ്ഞ വചനത്തോട് ചേർത്ത് നിർത്തി പറയാമോ? എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചില പ്രതീക്ഷകൾ നൽകി, ചില വാഗ്ദത്തങ്ങൾ നൽകി, ചില ആണയിട്ട് നമ്മെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം നമ്മുടെ മാതാപിതാക്കളെ ദൈവം ദേശത്തിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് എൻ്റെ അപ്പൻ്റെ വേലയ്ക്ക് വേണ്ടി, എൻ്റെ അപ്പൻ്റെ രാജ്യത്തിനു വേണ്ടി സഭയ്ക്കുള്ളിൽ ദൈവത്തിൻ്റെ മക്കളായി ദൈവം അപ്പോയിൻമെന്റ് ചെയ്ത് ഉപയോഗിച്ച് ദൈവം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ പോലും നിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില വാക്കുകൾ, നല്ല നന്മയുള്ള വാക്കുകൾ കിട്ടേണ്ട ചില സാഹചര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ അകന്നുപോയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസ്മായേൽ ഒരിക്കൽ അബ്രഹാമിനോട് കൂടെ ജീവിച്ചിരുന്നപ്പോൾ എല്ലാവിധ സുഖ സൗകര്യം ഉണ്ടായിരുന്നു. ഒരിക്കലും മരുഭൂമിയുടെ അനുഭവം മുൻപിൽ വരുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ ഒരിക്കൽ മരുഭൂമിയുടെ അനുഭവം ഇസ്മായേലിന്റെ മുമ്പിൽ കടക്കപ്പെട്ടപ്പോൾ തൻ്റെ അമ്മയിലൂടെ ലഭ്യമായ ചില വിഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പൂർത്തീകരണം പ്രാപിക്കുവാൻ കഴിയാതെ അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഇസ്മായേൽ വിചാരിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയോട് വെളിപ്പെട്ടു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം കൂടെയുള്ളവർ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, നമ്മെ കരുതേണ്ടവർ പലരും അകന്നു പോകുമ്പോൾ, നമ്മെ താങ്ങി നിർത്തേണ്ടവർ പകലും അകന്നു പോകുമ്പോൾ, ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ കുടുംബത്തിനകത്ത് കടന്നു വരുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സകലതും അവസാനിച്ചു പോയെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ട ദൈവജനമേ, നാം വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഹഗ്ഗായി പ്രവചനത്തിൽ പറയുന്ന 1-ാമത്തെ കാര്യം, ഞാൻ നിന്നോട് കൂടെ. 2-ാമത്തെ വാക്യം, അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2-ാമത്തെ മതി. ഇവിടെ അത് അടുത്ത വാക്യം കൂടെ.
രണ്ടാമത്തെ കാര്യം, ഒന്ന്, ദൈവം തമ്പുരാൻ 1:13 ഹഗ്ഗായി പ്രവാചകനോട് ഉറപ്പിച്ചു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിന്നോട് കൂടെ നിൽക്കേണ്ടവർ എന്ന് വിചാരിക്കുന്ന പലരും നിന്റെ വേല ആരംഭിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ട്രാക്കിൽ നീ ആയപ്പെട്ട് കഴിഞ്ഞാൽ, നിന്റെ കൂടെയുള്ളവർ പലരും അകന്നു പോകും. നീ അധൈര്യപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ വാക്യം പറയുന്ന ഒരു കാര്യം, നീ എന്ത് ചെയ്യണം? ധൈര്യപ്പെട്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒന്ന്, കൂടെയുള്ളവർ നഷ്ടപ്പെടും. രണ്ട്, അധൈര്യമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ വരും. ദൈവവേലയുമായുള്ള ബന്ധത്തിൽ പണി ആരംഭിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങളിലെ ചില പണികൾ ആരംഭിക്കുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമാകുമ്പോൾ, ചില അധൈര്യപ്പെടുത്തുന്ന ചില വാക്കുകൾ, അധൈര്യപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുവാൻ സാഹചര്യമുണ്ട്. ഇവിടെ പറയുന്നു, ധൈര്യത്തോടിരിക്കുക. അടുത്ത വാക്യം, നീ ധൈര്യമായി നിന്ന് നിന്റെ വേല ആരംഭിക്കുക. ധൈര്യമായി നിന്ന് നിന്റെ വേല ആരംഭിക്കുക. എന്താ പറയുന്നത്? ദൈവദാസന്മാരുള്ള ദൂതെന്താ? ധൈര്യമായി നിന്ന് ദൈവത്തിന്റെ സഭയുടെ പണി ആരംഭിക്കുക. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിരിക്കുക. ദൈവവിശ്വാസിയോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നാളുകൾ, ദിനംതോറും നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ ദിവസങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടികൾ കാണുവാൻ കഴിയാതെ നിരാശ പോലെ, അന്ധകാര യുഗം പോലെ അനുഭവിക്കുന്ന ചില മേഖലകൾ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നോട് ധൈര്യപ്പെടുത്തുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇവിടെ പറയും, നിന്റെ പണി ആരംഭിക്കുക. ദൈവം താങ്കളെ ഏൽപ്പിച്ച ചില പണികളുണ്ട്. ഞാന് എഫേസ്യ ലേഖനം വായിക്കണ്ട. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ ചില വേലകൾ, ചില പണികൾ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ദൈവസഭയ്ക്കകത്ത് എല്ലാ വ്യക്തികളെയും ദൈവം ചില പദ്ധതിയിലാണ് വിളിച്ചിരിക്കുന്നത്. ചില വേലയ്ക്കായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വെറുതെ ഒരു വിശ്വാസിയായി ഇരിക്കുവാനല്ല, എന്നും പോയി ഞായറാഴ്ച പോയി കൈയടിച്ച് തിരിച്ചു വരാനല്ല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ചില പദ്ധതിയും ദൈവം ചില വേലയും താങ്കളെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കരിക്കുന്ന അനേകം പേരുണ്ട്. പക്ഷെ നമ്മുടെ സഭകളിൽ, പ്രത്യേകിച്ച് ഞാനായിരുന്ന സഭയുണ്ട്, ആനാവൂർ ഷാരമുൽ ചർച്ചായിരുന്നു ഞാൻ ആരാധിക്കുന്ന ഒരു ആരാധന. പക്ഷെ അതിൽ ചുരുങ്ങിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന ചില അമ്മച്ചിമാർ, മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ വീടുകൾ പോകുമ്പോൾ പലരും, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ കണ്ണുനീരോടെ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന ചില മാതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാനിന്ന് സൂമിലൂടെ കേൾക്കുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിനകത്ത് ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില മാതാക്കളെ ദൈവം അഭിഷേകം ചെയ്തപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നപ്പോൾ ദൈവസഭയുടെ പണിക്കു വേണ്ടിയും ദേവാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയോർത്ത് കരയുന്ന, രാപ്പകൽ കരയുന്ന മാതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ ഏൽപ്പിച്ച പണിയാണ്, ദൈവം അവരെ ഏൽപ്പിച്ച ഒരു വേലയാണ്. തലമുറകൾക്ക് വേണ്ടി ഇടിവെന്ന് പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഇടിവെന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ദൈവം ചില പണികൾ എല്ലാ വ്യക്തികളിലും ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ പണികളാണ്? ചിലരെ ദൈവം പ്രവാചകന്മാരായി, ഞാൻ പറയട്ടെ, ഒരു ദൈവദാസനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരു സഭയെ പരിപാലിക്കാനാണെങ്കിൽ സഭയിലെ ഓരോ വിശ്വാസികളാക്കി വെച്ചിരിക്കുന്നത് ചിലർ ദൈവം പ്രവാചകനായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവദാസന്റെ പെർമിഷനോടുകൂടെ ചില അരുളപ്പാടുകൾ സഭയിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ മേലുണ്ട്. ചിലരെയും ഉപദേശകന്മാരെ വെച്ചിട്ടുണ്ട്, ചിലരെയും സുവിശേഷകന്മാരെ വെച്ചിട്ടുണ്ട്, ചിലരെ ദൈവം പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. കരയുവാൻ,
അങ്ങനെയുള്ളവരുടെ ചില കണ്ണുനീരിൻ്റെ ഫലമാണ് എന്നെപ്പോലെയുള്ള പല വ്യക്തികൾ ഇന്ന് നന്മകൾ അനുഭവിക്കുന്ന ഒരു പരിധി വരെ. ഈ പറയുന്ന ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ വിശ്വാസികൾ പലരും, നമ്മുടെ സഭയിലുള്ളവർ, നമ്മോട് കൂടെ നമ്മുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ അവർ വളരെ വേദനയോട് ഇന്നുമായിരിക്കാം, ഇന്നും പ്രയാസത്തിലായിരിക്കാം. പക്ഷേ അവരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് നാം ഇന്നായിരിക്കുന്നത്. ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന പലരും ഇന്ന് ചില കുടുംബത്തിന്റെ ചില അവസ്ഥകൾ കണ്ടുകൊണ്ട് ചൂരച്ചെടിയുടെ തളരുന്നു മരിപ്പാൻ ഇച്ഛിക്കുന്ന ഏലിയാവിനെ പോലെ, മതി കർത്താവേ എന്നെ എടുത്തുകൊള്ളണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് താങ്കളോടുള്ള ദൂത. ദൈവാത്മാവ് പറയുന്നു, താങ്കൾ ഏൽപ്പിച്ചത് അതല്ല, ഇനിയും ദൈവം ചില ഏൽപ്പിച്ച വേല ധൈര്യത്തോടെ അധൈര്യപ്പെട്ട് ചെയ്യാണ്ട സാഹചര്യത്തിനകത്ത് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞു, നീ ധൈര്യമായി നിന്റെ വേല ചെയ്യുക, നിന്റെ പണി ആരംഭിക്കുക. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, നാളുകളായി ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ മറികടന്ന്, ദൈവം ഏൽപ്പിച്ച ചില കർത്തവ്യങ്ങളെ മതിമറന്ന്, ദൈവം ചില പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച, ദൈവത്തോട് നിലവിളിക്കാൻ ഏൽപ്പിച്ച, ദൈവവചനം ധ്യാനിക്കാൻ ഏൽപ്പിച്ച ദൗത്യങ്ങളെ മതികടന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ചില സാഹചര്യങ്ങൾ നിമിത്തം, കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾ നിമിത്തം, കുടുംബത്തിലെ ചില അസമാധാനങ്ങൾ നിമിത്തം, ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് പല തലമുറകൾ ദേശത്തിന്റെ മധ്യ ഉയർന്നു നിൽക്കുമ്പോൾ, സ്വന്തം തലമുറകൾ പലവിധമാകുന്ന പ്രയാസത്തിലകപ്പെട്ട് നിരാശയുടെ തട്ടിലാകുമ്പോൾ, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചത് എന്താ ഫലമെന്ന് ചിന്തിക്കുന്നത് പോലെ, പലപ്പോഴും പിശാച് ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ, കാലങ്ങൾ നിന്നെ ഒതുക്കപ്പെട്ട അനുഭവമാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ വേല ആരംഭിക്കുക. Praise the Lord. Hallelujah. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചില കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബത്തിനകത്ത് അസമാധാനങ്ങൾ ഇട്ടുകൊണ്ട് ജീവിത നിലവാരങ്ങളുടെ മൂല്യം അനുഭവിക്കുവാൻ കഴിയാതെ, നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, നാളുകളായി ദൈവസഭയുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളുമായി ബന്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച, ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് നാളുകളെ ദൈവസന്നിധിയിൽ വേറിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും കുടുംബത്തിനകത്തുള്ള സമാധാനമില്ലായ്മ നിമിത്തം ഭാരത്തോടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നോട് ഞാൻ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവമേൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുക. എന്നോട് ദൈവാത്മാ പറഞ്ഞ, നിന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ വന്ന് എന്നോട് പറയുകയാണ്, പപ്പ എന്തിനാ നീ പപ്പ ഭാരപ്പെടുന്നേ, എന്തിനാ നിരാശപ്പെടുന്നേ, എന്തിനാ കരയുന്നേ, എൻ്റെ യേശപ്പൻ നിന്നോട് കൂടെയില്ലേ, എൻ്റെ യേശപ്പൻ അപ്പനോട് കൂടെയില്ലേ. അല്ലെങ്കിൽ ഞാൻ ആ വാക്കുകളൊക്കെ കേട്ട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ സന്തോഷിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് വിശ്വസിക്കാൻ തയ്യാറാവണം. കൂടെയുള്ളവർ മാറിപ്പോകട്ടെ. ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കണം, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള സാഹചര്യം നീ കടന്നു പോകേണ്ടി വരും. നിന്റെ പണി ആരംഭിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. ഞാൻ പറയുന്നു, ധൈര്യമായി മുമ്പോട്ട് പോകുക. ഈ സഭയുടെ ദൈവാത്മാവ് പറയുന്നു, ധൈര്യമായി മുമ്പോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില പരാജയങ്ങൾ വരുമ്പോൾ, ചില തോൽവികൾ വരുമ്പോൾ, എന്നെ അതിനകത്ത് കൊള്ളത്തില്ല എന്ന് പലപ്പോഴും സാഹചര്യം പറയും. ചെവി വന്ന് മന്ത്രിക്കും, നിനക്കതിന് കഴിയത്തില്ല, നീ രക്ഷപ്പെടത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, നിനക്ക് കഴിയും. വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവ്, എനിക്ക് കഴിയും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് വിശ്വസിക്കാൻ തയ്യാറാണോ? എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ഉറപ്പ് ഈ ദിവസങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം, അത് മാത്രമല്ല, ധൈര്യമായിരിക്കുക മാത്രമല്ല, അതിൻ്റെ 5-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അതിനോടുള്ളതായ ഒരു ഉപദേശം കൂടെ കൊടുക്കുകയാണ്.
ശ്രദ്ധയോടെ കേൾക്കണം. നിന്റെ മുമ്പിൽ അധൈര്യപ്പെടുന്ന പല കാര്യങ്ങൾ സംഭവിക്കും, നിരാശപ്പെടുന്ന പല കാര്യങ്ങൾ സംഭവിക്കും. അപ്പോഴൊക്കെ എന്ത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുപോലെ കർത്താവ് നമ്മുടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? വായിക്കണ്ട. മത്തായി സുവിശേഷം, ദ ലാസ്റ്റ് കമാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവസാനത്തെ അന്ത്യകൽപ്പന എന്ന് പറയുന്നത്, യേശു കർത്താവ് അവസാനം പറഞ്ഞ ഭാഗം എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെ പുത്ര പരിശുദ്ധനാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പതകൾ സകല ജാതികൾ ശിഷ്യരായിക്കുള്ള. അടുത്ത വാക്യം മറന്നു പോകരുത്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെയുണ്ട്. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവം ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവം ആണയിട്ടൊരു പറഞ്ഞ കാര്യമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതൊക്കെ വാഗ്ദത്തമാണെങ്കിൽ അടുത്ത വാക്യം മറന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്നും പ്രാപിച്ച ദൈവത്തിന്റെ വചനത്തെ വിട്ടുമാറരുത്. നമ്മൾ വായിക്കേണ്ട യോശുവയോട് ദൈവത്തിന്റെ ആത്മാവ് 1-ാം അധ്യായം വായിക്കേണ്ട 5-ാമത്തെ വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്നെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ നിന്നോടുകൂടെ ഉറപ്പും ധൈര്യമുള്ളതായിരിക്കും. 8-ാമത്തെ വാക്യം അതെല്ലാം വാഗ്ദത്തം കൊടുത്തിട്ട് പറഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ന്യായപ്രമാണത്തിന്ന് ഒരടി പോലും വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത്. അപ്പോൾ അധൈര്യപ്പെടുന്ന സാഹചര്യം ഞാൻ നിന്നോട് കൂടെയുണ്ട്, വാഗ്ദത്തമാണ്. പക്ഷെ ദൈവവചനത്തെ മറക്കരുത്. ദൈവവചനം പറയുന്നു ആ വചനത്തെ മറക്കരുത്. അടുത്ത വാക്യം കൂടെ, അതിന്റെ 9-ാമത്തെ വാക്യം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന്. മനസ്സിലായോ? നിന്റെ പണിയിലൂടെ ആരംഭിക്കുന്ന ആ ആലയത്തിന്റെ മഹത്വം പുറമേയുള്ള അതേ പഴയ ദൈവത്തിലുള്ളതായ അനുഭവത്തെക്കാളും ശ്രേഷ്ഠകരമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 18-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ ഇന്ന് തൊട്ട്, അത് കർത്താവ് ഇതെല്ലാം പറഞ്ഞ ശേഷം ഇന്ന് വായിച്ച വേദഭാഗത്തിൽ വരട്ടെ. അവിടെ പറഞ്ഞൊരു ഭാഗമാണ്, നീ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. മുൻപോട്ട് ദൃഷ്ടി വെക്കുവിൻ. ഒന്നുകൂടെ ഇന്നു മുതൽ നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വെക്കും. ഒന്നുകൂടെ പറയാം. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ എന്നോട് ശക്തിപ്പെടുത്തൊരു കാര്യം, നിന്നെ പിന്നിലോട്ട് വലിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ, ദൈവം തന്നതായ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയാതെ പിന്നിലോട്ട് വലിക്കുന്ന ചില ശക്തികൾ നിന്നെ പിന്നിലോട്ട് വലിച്ചാലും ദൈവത്തിന്റെ വചനം നിന്റെ ദൃഷ്ടി മുന്നോട്ടുമായി മാത്രമായിരിക്കുക. ദൈവാത്മാ എത്ര വിശാരണ, കർത്താവേ ഞാൻ മുന്നോട്ട് തന്നെയായിരിക്കും. ഇനി അത് മാത്രമല്ല, അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവസാന വാക്യം കൂടെ പെട്ടെന്ന് നമുക്ക് വായിക്കും. 23-ാമത്തെ വാക്യം വായിച്ചേ. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്, എന്റെ ദാസനായി ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന്. നീ പണി ആരംഭിക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം പിന്നെയും നീ പണി ആരംഭിക്കാൻ തയ്യാറായാൽ, പിന്നെയും നീ കുടുംബത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ആരംഭിച്ചാൽ, നിന്റെ പണി വിശ്വസ്തയോടെ നീ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, അടുത്ത വാക്യം, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് മനുഷ്യരുടെ അരുളപ്പാടല്ല, യഹോവയുടെ അരുളപ്പാടാകയാൽ ദൈവസഭയോട് പറയുന്നു, ഞാൻ നിന്നെ മുദ്രാമോതിരമാക്കുന്നൊരു നാളുകൾ അതിവിദൂരമല്ല. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളപ്പാട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഒരു നിമിഷം കണ്ണുകൾ മൂടി എല്ലാവരും അവരുടെ സ്ഥാനത്ത് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം ഒരുപാട് ദൈവവചനങ്ങൾ അല്പനേരം കൊണ്ട് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. സാഹചര്യങ്ങളെല്ലാം തകർന്നു പോയ സാഹചര്യത്തിൽ, അന്ധകാര യുഗമെന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഹഗ്ഗായിയോട് പറയുന്ന ഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം വായിച്ചെങ്കിൽ, പണി ആരംഭിക്കുവാൻ കഴിയാതെ ഒരു സാഹചര്യമില്ലാതിരിക്കുമ്പോൾ കർത്താവ് ഡയറക്റ്റായി പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. നിന്റെ ദൈവത്തിൻ്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടുവാൻ നിന്നെ കൊണ്ടൊരു പദ്ധതിയുണ്ട്. നിന്റെ വേല ആരംഭിക്കുക. ദൈവം തന്നെ ഏൽപ്പിച്ച വേല പല സാഹചര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ കണ്ണുനീരുകൾ നഷ്ടപ്പെട്ടു പോയ നാളുകളാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നീ മരണത്തിനു വേണ്ടി കാത്തിരിക്കും. കർത്താവേ എന്നെ നീ എടുത്തുകൊള്ളണം പറയുന്നതിന് പകരമായി
കർത്താവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. ഇനിയും തലമുറകൾക്ക് വേണ്ടി കരയുവാൻ, ഇനിയും ദേശത്തിനു വേണ്ടി കരയുവാൻ, ദേശത്തിൻ്റെ പണിക്കായി ദൈവം ഉപയോഗിച്ചിരിക്കുമ്പോൾ നീ വേദനയോടെ ആയിരിക്കാം, ഞരങ്ങിയായിരിക്കാം, നിന്റെ കൂടെയുള്ളവർ പലരും എതിർക്കുന്ന അനുഭവമായിരിക്കാം. കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒരുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവസാനം പറയുന്നു, ഞാൻ നിന്നെ എടുത്ത് ഹല്ലേലൂയ. ഈ ലോകത്തിലെ പലരും വന്നു പറഞ്ഞു പോകും, ഞാൻ നിന്നെ എടുത്തുകൊള്ളും, സ്വത്രം നിന്നെ ഒതുക്കും ഒക്കെ പറയുക. പക്ഷേ പലരും നിനക്ക് വേണ്ടി അങ്ങനെ എഴുതി വച്ച്, വിരലുകൾ എണ്ണി വച്ച്, ചില ദിവസങ്ങൾ എട്ടിവെച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, നിനക്ക് വേണ്ടി മന്ത്രവാദം ഉരുവാട്ടെന്ന് പറഞ്ഞാലും, ആഭിചാര ദോഷം പോലെ, ശാഠ്യം പോലെ, നിന്ദകൾ, പരിഹാസങ്ങൾ ഓതി നിൽക്കുന്ന അനുഭവമായാലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാൻ പറയുന്നു, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. കാരണം ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ഇന്ന് പകൽക്ക് വിശ്വസിക്കാൻ, കർത്താവേ, ഞാൻ അങ്ങയുടെ തിരഞ്ഞെടുപ്പുള്ളതാകിയാൽ കർത്താവ് എന്നോട് കൂടെയുണ്ട്. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിലാശ്രയം ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. നിരാശയുടെ തട്ടിരുന്നപ്പോൾ, ഭാരത്തിൻ്റെ കർത്താവെ സകല നിരാശകൾ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ദൂതാണെങ്കിൽ, കർത്താവേ, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ഒരു ചുറ്റിക പോലെ, ഹല്ലേലൂയ, ചിലൊരു അഗ്നിഗോളമായി ദൈവത്തിൻ്റെ ആത്മാവ് ചില കുടുംബത്തിനകത്ത് ഈ വചനം ഇറങ്ങിയ കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം കർത്താവിടെ ജീവിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ധൈര്യമായി വേല ചെയ്യുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന നൽകെങ്കിൽ, കർത്താവെ, ഞങ്ങളതിനായി സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, വ്യക്തികളെ സമർപ്പിക്കുന്നു. അധൈര്യപ്പെടുന്ന ചില മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പണി നടക്കട്ടെ, അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ, യാചന കേട്ടവയ്ക്കായി സ്തോത്രം ചെയ്യാം. പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന ദൈവ ഭാഗ്യ നിർവയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന ഒരു ഭാഗ്യ നിർവയ്ക്കായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപിതാവ് ദൈവസ്നേഹവും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായി ഇന്നും എന്ന വിശേഷാൽ ലോക അന്ത്യം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാണ്ട് മഹത്വം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ദൈവസഭയിലായിരിക്കുന്ന ദൈവദാസ് എല്ലാവരും അതുപോലെ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.